യെസ്, അങ്ങനെ മറ്റൊരു പ്രധാനപ്പെട്ട കൗതുകത്തിന് കൂടി ഇന്ന് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയം വേദിയായിരിക്കുകയാണ്. രാജ്യത്തെ ഒരേ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിയും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. സഗൗരവം സത്യപ്രതിജ്ഞ ചെയ്തത് CP ജോണാണ്, CMPയുടെ ഒരേ ഒരു മന്ത്രി. ബാക്കി എല്ലാ മന്ത്രിമാരും ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. വിശദാംശങ്ങൾ നൽകാനായി രഞ്ജിത്ത് അമ്പാടി ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. ഒരുപക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായൊരു ഘട്ടത്തിലെത്തി നിൽക്കുമ്പോഴാണ് പുതിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുക്കുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനുണ്ട്. ശബരിമല സംഘടിത കൊള്ളയടക്കം ഒരുപാട് പ്രശ്നങ്ങൾ മുന്നിലുണ്ട്. അതിലൊക്കെ ഏത് തരത്തിലാണ് നീതി ഉറപ്പാക്കാൻ സാധിക്കുമെന്ന ചോദ്യങ്ങളുണ്ട്. ഒപ്പം രഞ്ജിത്ത്, വകുപ്പ് വിഭജനം മറ്റൊരു പ്രധാനപ്പെട്ട കീറാമുട്ടിയാണ്. ഏകദേശം ധാരണയെത്തിയോ? അധികാരമേറ്റത് ഇപ്പോഴും പ്രതിസന്ധികൾ പൂർണ്ണമായും അയഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ. വകുപ്പ് വിഭജനം സംബന്ധിച്ച് ഇപ്പോഴും ആ കാര്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഘടകകക്ഷികളുടെ വകുപ്പുകളുടെ കാര്യത്തിൽ അത് അധികം വൈകാതെ തന്നെ കാര്യങ്ങൾ കൃത്യമായി നടക്കുമെന്നുള്ളത് വ്യക്തമാണ്. എന്തായാലും സതീശൻ മന്ത്രിസഭ എന്ന് പറയുന്നത് പുതുമുഖങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകിയതാണ്. VD സതീശനടക്കം 14 പേരാണ് ആദ്യമായി മന്ത്രിസഭയിലേക്ക് എത്തുന്നത്. പുതുമുഖങ്ങൾക്കൊപ്പം തന്നെ പരിചയസമ്പന്നരുടെ കൂടി സാന്നിധ്യം ഇതിലുണ്ട്. ഏറ്റവും സുപ്രധാനമായ കാര്യം മന്ത്രിസഭയുടെ രണ്ടാമൻ ആര് എന്നുള്ള ചോദ്യം അടുത്തുവരെ ഉയർന്നു കേട്ടിരുന്നു. എന്നാൽ ഈ സത്യപ്രതിജ്ഞ ചടങ്ങിലൂടെ ഒരു കാര്യം വ്യക്തമായി, രണ്ടാമൻ PK കുഞ്ഞാലിക്കുട്ടി തന്നെയാണ്. ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന രമേശ് ചെന്നിത്തല രണ്ടാമനാകുമെന്നുള്ള ചില സൂചനകൾ നേരത്തെ ഉണ്ടായിരുന്നു. എന്നാൽ ഒരു സത്യപ്രതിജ്ഞയിലൂടെ തന്നെ കാര്യങ്ങൾ വളരെ വ്യക്തമായി. PK കുഞ്ഞാലിക്കുട്ടി, ലീഗിൻ്റെ പ്രതിനിധിയായ PK കുഞ്ഞാലിക്കുട്ടി തന്നെയാകും മന്ത്രിസഭയിലെ രണ്ടാമതായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് PK കുഞ്ഞാലിക്കുട്ടിയാണ്. മൂന്നാമതാണ് ആഭ്യന്തരമന്ത്രിയായി രമേശ് ചെന്നിത്തല അധികാരമേറ്റത് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചർച്ചകളിൽ ആഭ്യന്തരമില്ലെങ്കിൽ താൻ മന്ത്രിസഭയിലേക്ക് ഉണ്ടാകില്ല എന്ന കനത്ത നിലപാട് തന്നെയാണ് രമേശ് ചെന്നിത്തല സ്വീകരിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവസാന നിമിഷം ഘടകകക്ഷികളുടെ കൂടി സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഹൈക്കമാൻഡിൻ്റെ ദേശീയ നേതൃത്വത്തിൻ്റെ സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആഭ്യന്തര വകുപ്പ് വിട്ടുകൊടുക്കാൻ VD സതീശൻ തയ്യാറായത്. ആഭ്യന്തര വകുപ്പിന് പകരമായി ധനവകുപ്പാണ് VD സതീശൻ കൈയാളുന്നത്. അങ്ങനെ ആഭ്യന്തര വകുപ്പ് വിട്ടുകൊടുത്തതിൻ്റെ നിരാശ ഉണ്ടെങ്കിൽ കൂടി മറ്റൊരു പോംവഴിയും VD സതീശന് മുന്നിലില്ലായിരുന്നു. അതോടുകൂടി ഒരു കാര്യം വ്യക്തമായി, ഈ മന്ത്രിസഭയിൽ മന്ത്രിമാരാകുന്നതിൽ ബഹുഭൂരിപക്ഷവും രമേശ് ചെന്നിത്തലയുടെയോ അതുപോലെ തന്നെ അല്ലെങ്കിൽ KC വേണുഗോപാലിൻ്റെയോ വേണ്ടപ്പെട്ടവരും അവരുടെ ഗ്രൂപ്പിൽപ്പെട്ടവരുമാണ്. അതിൽ തന്നെ ഒരു കാര്യം വ്യക്തമായി, മന്ത്രിസഭ ഉടനീളം VD സതീശന് വലിയ വെല്ലുവിളികൾ തന്നെ ഉണ്ടാകും. കാരണം പല തീരുമാനങ്ങളിലും പല കാര്യങ്ങളിലും VD സതീശൻ്റെ നിലപാടുകളെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ചോദ്യം ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ടാകും. സുഗമമായ ഒരു ഭരണം എത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള വലിയ ചോദ്യമാണ് അവശേഷിക്കുന്നത്. അത് വലിയ വെല്ലുവിളിയായി തന്നെ VD സതീശന് ഈ മന്ത്രിസഭയിൽ നേരിടേണ്ടി വരുമെന്ന കാര്യത്തിലും തർക്കമില്ല. പിന്നീട് ശ്യാംബാബു സൂചിപ്പിച്ച പോലെ തന്നെ സർക്കാരിന് മുന്നിൽ വലിയ വെല്ലുവിളികളുണ്ട്. വലിയ വാഗ്ദാനങ്ങൾ, KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയടക്കമുള്ള വലിയ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടാണ് ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കി മാറ്റും എന്നതടക്കമുള്ള വലിയ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടാണ് ഈ സർക്കാർ അധികാരത്തിലെത്തിയത്. അത് എത്രമാത്രം പ്രായോഗികമായി നടപ്പാക്കാൻ കഴിയുമെന്ന കാര്യം ഇനി കണ്ടു തന്നെ അറിയണം. അതുകൊണ്ട് തന്നെയാണ് VD സതീശന് ധനവകുപ്പ് നൽകുന്നതിൽ ഒരു ആൾ പോലും എതിർപ്പ് പറഞ്ഞില്ല. കാരണം ധനവകുപ്പ് എന്ന വകുപ്പ് ഏറ്റെടുക്കാൻ പോലും കോൺഗ്രസിൽ ആളില്ലാത്തൊരു സാഹചര്യമായിരുന്നു. വലിയ ധനപ്രതിസന്ധി സംസ്ഥാന സർക്കാർ നേരിടുന്ന സാഹചര്യത്തിലാണ് VD സതീശൻ അധികാരമേൽക്കുന്നത്. KSRTC പൊതുവെ തന്നെ നഷ്ടത്തിലാണ്. KSRTCയിലാണ് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന വലിയ വാഗ്ദാനം കോൺഗ്രസ് നടപ്പാക്കുന്നത്. അത് KSRTCയുടെ തകർച്ചയ്ക്ക് വഴിവെക്കുമെന്ന് KSRTCയിലെ യൂണിയനുകൾ തന്നെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. KSRTCയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അതിനെ വലിയ ശക്തമായ രീതിയിൽ
എതിർക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ ഒരു വാഗ്ദാനത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ വി.ഡി. സതീശനോ സതീശൻ സർക്കാരിനോ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മഹിളാ മോർച്ച അടക്കമുള്ള സംഘടനകൾ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നു, വലിയ സമരങ്ങൾ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ വി.ഡി. സതീശൻ സർക്കാരിന് കഴിയില്ല. അതുപോലെ തന്നെയാണ് ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കി വർദ്ധിപ്പിക്കുക എന്നുള്ളത്. ഇതൊക്കെ ഒരു മാസം 100 കണക്കിന് കോടി രൂപയുടെ അധിക ചിലവാണ് സംസ്ഥാന സർക്കാരിന് വരുത്തി നിൽക്കുന്നത്. നിലവിൽ തന്നെ ഖജനാവ് കാലിയാണ് എന്നുള്ള വലിയ ആരോപണം നേരിടുന്നുണ്ട്. അതിനൊപ്പമാണ് ഇത്രയും വലിയ വാഗ്ദാനങ്ങൾ നടപ്പാക്കാനുള്ള ഉത്തരവാദിത്തം വി.ഡി. സതീശൻ സർക്കാരിന്. ദയവായി തുടരുക രഞ്ജിത്ത് അമ്പാടി.